ഗൈസ് മണി 11:58 നമുക്ക് കറക്റ്റ് 12 മണിക്ക് അകത്ത് കയറി തങ്കച്ചി ചാടാൻ പോവുകയാണ്. തങ്കച്ചി ചാടിയിരിക്കുകയാണ്. ദേവു നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ ഞങ്ങൾ പാട്ട് പാടി കാണിച്ചു തരാം. ഏകാന്ത ചന്ദ്രികേ തേടുന്നതെന്തിനോ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഞാൻ ആദർശ്, യു വാച്ചിങ് ആദർശ് വ്ലോഗ്സ്. അപ്പോൾ നമ്മളിന്ന് 11:45 ഇപ്പോൾ ദേവുവിൻ്റെ വീട്ടിൽ ഫ്രണ്ടിൽ വന്ന് നിൽക്കുകയാണ്. അവളെ ബർത്ത്ഡേ 12 മണിക്കാണ്, 6-ാം തീയതിയാണ്. അപ്പോൾ അതിന് കേക്ക് മുറിക്കാൻ വേണ്ടി എന്തോ എല്ലാം ഇങ്ങനെ നിൽക്കണം. എന്തോ അവന്മാർ കേക്ക് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താ ക്യൂട്ട്നെസ് തോന്നുന്നു, എനിക്ക് വയ്യ. അപ്പോൾ നമുക്ക് 12 മണിക്ക് അവളെ റൂമിൽ കയറിയിട്ട് കാണാം. അങ്ങനെ വീട്ടിൽ കയറിയിട്ട് കാണാം. അപ്പോൾ അങ്ങനെ ഇപ്പം 11:52 ആയിരിക്കും. നമ്മൾ ഇപ്പോഴും വെയിറ്റ് ചെയ്യാണ് ഇവിടെ. എന്തിനു വേണ്ടി? 12 മണിക്ക് ദേവുവിന്റെ ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി. ഗായു പുലുവായത് ഗായുവിനെ പറഞ്ഞോളൂ. ക്രഷാണെന്ന് തോന്നുന്നു. ഗായ്സ് 12 മണി ഇതുവരെ ആവുന്നില്ല. സത്യം കേക്ക് മുട്ട വാണം പോലെ ഇങ്ങനെ നിൽക്കുകയാണ്. ഗായ്സ് അതിൻ്റെ ഇടയ്ക്ക് ദേവുവിന് ഒരു ചെറിയ ആക്സിഡന്റ് ആയി. ഇവിടെ വീഡിയോ കാണിച്ചു തരാം. ഓക്കെ, വണ്ടിയൊക്കെ ഇടിച്ച് ചെറിയ വിഷയമൊക്കെ ആയി. ഇപ്പം ഇങ്ങനെയാണ് നടക്കുന്നത്. ഓക്കെ, കാണിച്ചോട്ടെ എങ്ങനെ നടക്കണേ. അതൊക്കെ വീഡിയോ എടുത്താ നീ? അത് വീഡിയോ എടുത്തില്ല. ഇവള് പറഞ്ഞ വ്ലോഗ് എടുക്കാൻ വേണ്ടി. ഞാൻ എന്റെ മനുഷ്യത്വം വെച്ച് ഞാൻ അത് ചെയ്യൂല, മനസ്സിലായ? ഇങ്ങനെയാണ് നടക്കുന്നത്. മനുഷ്യത്വം വെച്ച് ഞാൻ അത് ചെയ്യൂല, മനസ്സിലായ? ഗായ്സ് മണി 11:58 ആയിരിക്കും. നമുക്ക് കറക്റ്റ് 12 മണിക്ക് അകത്ത് കയറി. പാട്ടി പൂച്ച ഗായ്സ് അങ്ങനെ നമുക്ക് വീട് തുറന്നു. അയ്യോ വീട് പൂട്ടിക്കണ്ട, വിളിക്ക് പട്ടിയുണ്ടോ? ദേവൻ വിളിച്ചാ. ദേവൻ വിളിയടാ. ദേവൻ വിളിയാരെങ്കിലും എന്റെ ഫോൺ ഞാൻ വീഡിയോ എടുക്കണം. വിളി, അത് പിന്നീടാ. പണ്ടൊരു ചൊല്ലുണ്ട്, പുരകെത്തുമ്പോ വാഴ വിട്ടുക. അപ്പൊ നമുക്ക് എങ്ങനെ അകത്ത് കയറണം. ഇപ്പം അതാണ് വിഷയം. തങ്കച്ചി ചാടാൻ പോവുകയാണ്. തങ്കച്ചി ചാടിയിരിക്കുകയാണ്. അമ്മച്ചിയെ തങ്കച്ചിത മതിലടി എടി സീരിയസ് ആയിട്ട് തങ്കച്ചിയാണ് ജനന്റെ അടുത്ത് പറഞ്ഞ പേടിക്കല്ലേ. ദേവു നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ ഞങ്ങൾ പാട്ട് പാടി കാണിച്ചു തരാം. ഏകാന്ത ചന്ദ്രികേ തേടുന്നതെന്തിനോ. ഇപ്പൊ നിനക്ക് വിശ്വാസമായ? എനിക്കിവിടെ പോലീസ് വരും എന്നുള്ള ഒരു പേടിയുണ്ട് കേട്ടോ. ഇപ്പൊ സത്യം നിങ്ങളെ ഏകാന്താന്ന് പറഞ്ഞപ്പോ ഞാൻ അവിടെ മാറി. ഗായ്സ് ദേവത വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൂ പള്ളു വിളിച്ചാടും. പിന്നെ ദേവന്റെ വീട്ടിൽ അകത്ത് കയറിയിട്ട് കാണാം. ഗായ്സ് ദേവത മുണ്ടിക്കാലും വെച്ച് മന്ദം നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഹാപ്പി ബർത്ത്ഡേ ദേവു. സൂര്യൻ ഈ സമയത്ത് ഗ്യാസ് വിട്ടിരിക്കുകയാണ്. ബൈക്കില് ഗ്യാസ് വിട്ടണ. ഡബിള് അവിടെയും കണ്ടു ഇവിടെയും കണ്ടു. ബോധ്യായി. അവിടെ നോടി ഇവിടെ പറയാമെന്നത് അപ്പതേ ഇവിടെ ഇരിക്കുന്നു. 4 ഒരേ സമയം കണ്ടിരിക്കുന്നു ചിലര്. പൊളിച്ചെട്. ഓക്കെ ഗൈസ്, നമുക്ക് ഇനി ദേവുവിന്റെ വീടിന്റെ അകത്ത് കയറാം. അപ്പൊ പൊളിച്ചെടുക്കാതെ വീട് വേണ്ടടാ. ഇനി കേക്ക് മുറിക്കുക, അതൊക്കെ നല്ലത്. ആണോ? അല്ല വേറെ പ്ലാന്. വീഡിയോയിൽ അവൻ എടുത്തില്ലെങ്കിൽ അവൻ വരൂല. സത്യന്റെ വലഞ്ഞ കോമഡി, വലിയ കോമഡി അടിച്ചു. വെൽക്കം ടു മൈ യൂട്യൂബേഴ്സ് മക്കളെ, വെൽക്കം ടു മൈ യൂട്യൂബേഴ്സ്. ആ സത്യം പൂഴുത്ത് പണ്ടടങ്ങിപ്പോയി. താങ്ക് യു സത്തു. കഴിഞ്ഞ സ്പെഷ്യൽ ഇൻവിറ്റേഷൻ ഗൈസ്. എടാ കേക്ക് സെറ്റ് ചെയ്യടാ. എന്നെ ഒരാളെ വിളിച്ച് പറഞ്ഞിട്ട് ദേവു ഇങ്ങനെ ചാടിയൊക്കെ പോയി. ദേവു ഏറിപ്പോയത് നല്ല മുറിഞ്ഞ ഇതാണ്. വേറൊരു ഭാഗമുണ്ട്, അത് കാണിക്കാൻ പറ്റൂല.
ദിലീപിന്റെ ഒരു പടം ഉണ്ടല്ലോ. അല്ല അതല്ല മറ്റേ പടം ഇല്ലേ, സലീം പിന്നെയും പൂഴ്ത്തിരിക്കുകയാണ്. ഇങ്ങനെ നടക്കണേ. അങ്ങനെയാണ് ഞാൻ നടക്കണത് ഇപ്പൊ. அப்ப என்னோட காரியம் எனக்கு உட்கார முடியாது, சைக்கோட்ட முடியாது, இதுக்கு முடியாது, இதுக்கு முடியாது. ഇരിക്കാനൊന്നും പറ്റൂല, മുണ്ടെല്ലാം പോச்சு. ഓക്കെ ഗൈസ്, നമുക്ക് ഇനി കേക്ക് മുറിക്കാം. വരൂ. പറഞ്ഞത് എനിക്ക് എണീക്കാൻ വയ്യ, അവിടെ നിന്നൊക്കെ എണീറ്റ് വരണം. എന്നിട്ട് ഇവിടെ ആരും അവളെ ചാടി എവിടെ നിന്ന്? ഞാൻ പേടിച്ചു. ഞാൻ അതിന് ഗേറ്റ് തുറന്നില്ല, പിന്നെ ആരും ജനലിൽ കഥവ് തട്ടിയെന്ന്. ഗൈസ്, അങ്ങനെ ഗായുവിന്റെ ഒരു അമിത വൃത്തികെട്ട പ്ലാൻ വെച്ച് നമ്മൾ കൈ വെച്ച് കട്ട് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ ഇനി നിന്നും മുട്ടുകുത്തിയൊക്കെ കുമ്പസാരിച്ച് കേക്ക് മുറിക്കാൻ പോവുകയാണ്. ചിങ്കാരക്കിന്നാരം ചിരിച്ചു കുഞ്ചുന്ന കുറുമ്പുറഞ്ഞു നീ കുരുന്നു ചുണ്ടത്തെ മണിപ്പതക്കം താ അമ്മാനം. അങ്ങനെ ദേവന്റെ അടുത്തൊരു ബർത്ത്ഡേ കഴിഞ്ഞിരിക്കുകയാണ്. ഓ ഗടി 23 വർഷത്തെ ജീവിത അനുഭവം അത് കഴിഞ്ഞിട്ട് കാറടിച്ച് വീണ അനുഭവം അതും പങ്കുവെക്കും. എനിക്ക് കഥ ഒന്നും അറിഞ്ഞൂടാ, ഒന്നും കേട്ടില്ല, രണ്ടും പറഞ്ഞില്ല. അപ്പൊ എനിക്കും നമ്മുടെ പ്രേക്ഷകർക്കും വേണ്ടി ആദർശ് വ്ലോഗ്സിന്റെ കോടാനുകോടി സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി വിശദീകരിച്ച് പറയില്ലേ. 23 വർഷത്തെ ജീവിതം വല്ലാണ്ട് കഠിനവും കഷ്ടപ്പാടുമായിരുന്നു. ഞാൻ പല വഴികളിലൂടെ സഞ്ചരിച്ചെത്തിയ എന്റെ ജീവിതമാണ്. ഞാൻ എന്തിന് ജനിച്ചെന്ന് ഞാൻ ഇങ്ങനെ ഇരിക്കണം മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ ഇങ്ങനെ പോയത് എനിക്ക് ഓർമ്മയുണ്ട്. വണ്ടി ഇങ്ങനെ മാത്രം പ്രത്യേകിച്ച് കാരണം തോന്നുന്നത്. ഞാൻ എവരെ കൊല്ലുന്നതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? വളരെ നല്ല കണ്ടുകൊണ്ട് കണ്ട ആക്സിഡന്റ് ആണ്. ഈ വണ്ടി ഇങ്ങനെ വീണ് ഞാൻ ഇങ്ങനെ വന്ന് അടിച്ചു വന്ന് വീണ്. അപ്പൊ ഞാൻ ഉദ്ദേശിച്ചു ഞാൻ തീർന്നത്. പക്ഷെ പിന്നെ എന്തോ ഞാൻ എഡിറ്റ് വന്നു. ഗൈസ്, അങ്ങനെ ഗായു ഗിഫ്റ്റ് കൊടുത്തിരിക്കുകയാണ്. ഇഷ്ടപ്പെട്ട ദേവോ? അപ്പോ ഗൈസ്, നമ്മൾ ഇറങ്ങാൻ പോവുകയാണ്. ദേവോ, വൺസ് അഗൈൻ ഹാപ്പി ബർത്ത്ഡേ. കൈ കഴുകടാ, പോടാ, കൈ കഴുകടാ, പോടാ. എനിക്കും വേണം ആ സ്നേഹം. ദേവോ, സ്നേഹം തരൂ. ഉമ്മ പ്രതീക്ഷിച്ച് പറഞ്ഞ കൊടുക്കൂല അവള്. എനിക്കും വേണം ഈ സ്നേഹം. നീ എനിക്കും കൊടുത്താ ഈ സ്നേഹം. അപ്പൊ ഓക്കെ ദേവോ, ടാറ്റാ, ബൈ ബൈ. നീ ആര്? ഏകാന്ത ചിന്തക്കപ്പെടാം. അപ്പൊ ഗൈസ്, നിങ്ങൾ പാട്ട് കേക്കൂ. 1 2 3 ഗോ. യോ 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 കുളിരിലോ കൂട്ടിലോ യോ പാട്ടിനോ. സത്തുവിന്റെ ലാസ്റ്റത്തെ ഫണ്ണു. പക്ഷേ ബൈ. അപ്പൊ ഗൈസ്, നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. അപ്പൊ ഇനി അടുത്തൊരു വീഡിയോ കാണുമായിരിക്കും. ബൈ ഗൈസ്. അങ്ങനെ ഞങ്ങൾ എല്ലാരും പോവുകയാണ്. വികാരമില്ലാത്ത ജീവികൾ എന്തെങ്കിലും വികാരങ്ങളെ കാണിക്കും. എന്റെ കരളിലെ പാട്ടിനോ